ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഫാങ്ക് യുശാല ബൈ സെൻട്രിസിറ്റി നിങ്ങളുടെ വെൽത്ത് പാർട്ണർ. എൻ്റെ പേര് അനുജ് ആണ്. ഇന്നെനിക്ക് കൂടെ സെൻട്രിസിറ്റിയിലെ പ്രൊഡക്റ്റ് ഹെഡ് ആയ ശ്രീ വിനായക് ഉണ്ട്. ഇന്നത്തെ ചർച്ചാ വിഷയം ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സ്. ഒരു ഇൻവെസ്റ്റർക്ക് ഒരു എബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ കാണേണ്ട പ്രധാനപ്പെട്ട പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നും മുമ്പ് ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് പോകുമ്പോൾ അവൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ, പാരാമീറ്ററുകൾ അല്ലെങ്കിൽ നിർവചനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഇൻവെസ്റ്റർമാരെ എന്തെല്ലാം അറിയിക്കണം? ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ മുഴുവൻ ഉൾപ്പെടുത്തും. ഡെഫിനിഷനിൽ നിന്ന് ആരംഭിച്ച് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതിനോടൊപ്പം തന്നെ അതിനെ PMS പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് മ്യൂച്വൽ ഫണ്ട്സും തമ്മിൽ താരതമ്യം ചെയ്യുകയും ചെയ്യും. അവസാനം ഒരു ഐഡിയൽ AX എങ്ങനെയായിരിക്കണം, അതിൽ എങ്ങനെയുള്ള പോർട്ട്ഫോളിയോകൾ ഉണ്ട്, അവയുടെ ഘടന എങ്ങനെയാണ് എന്നതും അവസാനം അതിൻ്റെ നികുതി സംബന്ധിച്ച കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. അതിനാൽ സ്വാഗതം സാർ, സെൻട്രൽ ശാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യ ചോദ്യം, വളരെ എളുപ്പമായ വാക്കുകളിൽ നിങ്ങൾ പറയാമോ ഒരു ഇൻവെസ്റ്റർക്ക് AF എന്നത് എന്താണെന്ന്, അതിൻ്റെ മുഴുവൻ ആശയം അവൻ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ? സൂക്ഷ്മമായി വളരെ ചുരുക്കത്തിൽ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാമോ? നന്ദി അനുജ് എന്നെ ഇവിടെ ക്ഷണിച്ചതിന്. ചൂണ്ടിക്കാണിക്കാൻ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് AF എന്നത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ചുരുക്കപ്പേരാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് പരമ്പരാഗതമല്ലാത്ത ഒരു നിക്ഷേപ രീതിയാണ്. അതുകൊണ്ടാണ് ഇത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. നാം വിശാലമായി നോക്കുമ്പോൾ നാം ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റുകൾക്കാണ് നോക്കുന്നത്. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾക്ക് സ്വതന്ത്രമായി 3 വിഭാഗങ്ങളുണ്ട് സെബി പ്രകാരം, സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച്. നമ്മുടെ ഇൻവെസ്റ്റർമാർക്ക് സംക്ഷിപ്തമായി പറയാൻ, ഈ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ 2014 ആരംഭിച്ചത്. ശരി. അപ്പോൾ 2014 ശേഷം ഇന്നുവരെ ഇവ വളരെ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ് നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ തീയതിയിൽ വളരെ അധികം ഫണ്ടുകൾ ഉണ്ട്. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾക്ക് 3 വിഭാഗങ്ങളുണ്ട്: കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. ഈ 3 വിഭാഗങ്ങളുടെയും പ്രവർത്തനം ഒന്ന് മറ്റൊന്നിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ കാറ്റഗറി 1 മുതൽ തുടങ്ങാം. അതാണ് ഏറ്റവും കുറവായി കാണപ്പെടുന്നത്. മിക്ക ഇൻവെസ്റ്റ്മെന്റുകളും ആദ്യം കാറ്റഗറി 2ലേക്കാണ് വരുന്നത്, പിന്നെ കാറ്റഗറി 3ലേക്കും അതിനുശേഷം കാറ്റഗറി 1ലേക്കും. പക്ഷേ കാറ്റഗറി 1 അകത്തുള്ള ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ സാധാരണയായി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകളിലോ അല്ലെങ്കിൽ വളരെ പ്രാരംഭഘട്ടത്തിലുള്ള VC ടൈപ്പ് ഫണ്ടുകളിലോ ആണ് നിക്ഷേപിക്കുന്നത്. അതിനാൽ സീഡ് ക്യാപിറ്റൽ പോലുള്ള ഫണ്ടായാൽ അതിനെ കാറ്റഗറി 1 ഇൻവെസ്റ്റ്മെന്റ്, അതായത് കാറ്റഗറി 1 വിഭാഗം എന്നാണ് വിളിക്കുന്നത്. ഗവൺമെന്റ് പ്രോജക്റ്റുകൾ എന്നും പറയാം നിങ്ങൾക്ക്. അവിടെ കാറ്റഗറി 1 ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കാറ്റഗറി 1 ആയി രജിസ്റ്റർ ചെയ്യപ്പെടും. ശരി. അപ്പോൾ സെബിയിലാണോ രജിസ്റ്റർ ചെയ്യുന്നത്? സെബിയിലാണ്. അതിനാൽ അടിസ്ഥാനപരമായി ഏത് MC ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് നിർമ്മാതാവാണെങ്കിലും AF കൊണ്ടുവരുന്നത്, അവൻ അതിനെ സെബിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സെബിയിൽ നിന്ന് അംഗീകാരം നേടുന്നു. സെബിയുടെ അംഗീകാരത്തിന് ശേഷമാണ് അവന് അറിയാൻ കഴിയുന്നത്. അവൻ പറയുന്നു, ഞാൻ ഇവിടെയാണ് നിക്ഷേപം ചെയ്യാൻ പോകുന്നത് എന്ന്. അതിനനുസരിച്ച് ആ ഫണ്ടിന്റെ വിഭാഗീകരണം നിർവചിക്കപ്പെടുന്നു. അതായത് അത് കാറ്റഗറി 1 ആകുമോ, കാറ്റഗറി 2 ആകുമോ, അല്ലെങ്കിൽ കാറ്റഗറി 3 ആകുമോ എന്ന്. ശരി. അപ്പോൾ കാറ്റഗറി 1നെക്കുറിച്ച് നാം ഇപ്പോൾ സംസാരിച്ചു. കാറ്റഗറി 2 എന്നത് അടിസ്ഥാനപരമായി നിക്ഷേപങ്ങളാണ്. അവ ലിക്വിഡ് ആസ്തികളിലേക്കാണ്. ഞാൻ പറയേണ്ടി വന്നാൽ കാറ്റഗറി 1യും ഇലിക്വിഡ് ആണെങ്കിലും കാറ്റഗറി 2 ഇലിക്വിഡ് ആണെന്നത് അർത്ഥത്തിൽ. ഉദാഹരണത്തിന്, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഫണ്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഇക്വിറ്റി VC ഫണ്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡെറ്റ് AIF ചെയ്യുകയാണെങ്കിൽ, സ്ട്രക്ചർ AIF ചെയ്യുകയാണെങ്കിൽ, ഇവയൊക്കെയുടെ വിഭാഗീകരണം കാറ്റഗറി 2യിലാണ് വരുന്നത്. ഇവയെല്ലാം നോൺ ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റുകളാണ്. അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവയെ നാളെ മാർക്കറ്റിൽ പോയി വിൽക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് കാറ്റഗറി 1യും കാറ്റഗറി 2യും ക്ലോസ്ഡ് എൻഡ് ഇൻവെസ്റ്റ്മെന്റുകളും ക്ലോസ്ഡ് എൻഡ് ഫണ്ടുകളും ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കാറ്റഗറി 1 അല്ലെങ്കിൽ കാറ്റഗറി 2 AFകൾ ഓപ്പൺ എൻഡ് ഇൻവെസ്റ്റ്മെന്റുകളായി കാണാൻ കഴിയില്ല. അതിനുള്ള കാരണം അതിൻ്റെ അണ്ടർലൈയിങ് ഇൻവെസ്റ്റ്മെന്റ് ലിക്വിഡ് അല്ലാത്തതുകൊണ്ടാണ്. അവയിൽ HDFC ബാങ്ക്, ഇൻഫോസിസ് പോലുള്ള ഓഹരികൾ എടുത്തിട്ടില്ല. അതിനാൽ പ്രതിദിന മാർക്കറ്റ് വില നിർണ്ണയിക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് അത് നാളെ പോയി മാർക്കറ്റിൽ വിൽക്കാനും കഴിയില്ല. അതിനാൽ കാറ്റഗറി 1, കാറ്റഗറി 2 AFകൾക്ക് ഇലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റുകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവയ്ക്ക് ക്ലോസ്ഡ് എൻഡ് ഘടനയുള്ളത്. ക്ലോസ്ഡ് എൻഡഡ് AFന് 3 പകുതി വർഷം, 4 വർഷം, 5 വർഷം എന്നിങ്ങനെയുള്ള ഘടനകൾ ഉണ്ടായിരിക്കാം. അതിനാൽ ഏത് ഫണ്ടാണെന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ കഴിയും. അതെ, നിങ്ങൾ ഒരു നിക്ഷേപകനായി ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അത് കാറ്റഗറി 1 ആണോ, കാറ്റഗറി 2 ആണോ, അല്ലെങ്കിൽ കാറ്റഗറി 3 ആണോ എന്നതാണ്. ഇപ്പോൾ നാം കാറ്റഗറി 3ലേക്ക് വരാം.
ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ വിശദീകരിക്കും. കാറ്റഗറി 3യിൽ സാധാരണയായി എന്താണ് സംഭവിക്കുന്നത് എങ്കിൽ ഇത് ഒരു ഓപ്പൺ എൻഡ് തരം നിക്ഷേപമാണ് എക്സിറ്റ് ലോഡിന് വിധേയമായത്. മുമ്പ് ഇവ ക്ലോസ്ഡ് എൻഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കൂടുതലും ഇവ ഓപ്പൺ എൻഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ പബ്ലിക് ഇക്വിറ്റികൾ, ലിസ്റ്റഡ് ഇക്വിറ്റികളുടെ ഘടകം പ്രധാനമാണ്. അതിനാൽ അടിസ്ഥാനത്തിൽ ഒരു ഇക്വിറ്റി PMS പോലെ തന്നെ ഇവയും ലിസ്റ്റഡ് പബ്ലിക് ഇക്വിറ്റികളിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ നാം PMSൽ കസ്റ്റമൈസ്ഡ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്ന പോലെ അതുപോലെ തന്നെ കാറ്റഗറി 3A/IFൻ്റെ പ്രത്യേകിച്ച് ഇക്വിറ്റി കാറ്റഗറി 3A/IFൻ്റെ ഉള്ളിൽ കൂടുതലും നിങ്ങളുടെ നിക്ഷേപം പബ്ലിക് ഇക്വിറ്റികളിലായിരിക്കും. കാറ്റഗറി 3യിൽ പബ്ലിക് ഇക്വിറ്റി AFകൾ മാത്രം വരാൻ കഴിയില്ല. കാറ്റഗറി 3യിൽ പലതരം ലോങ് ഷോർട്ട് സ്ട്രാറ്റജികളും വരാം. അതിൽ നിങ്ങൾ ഹെഡ്ജിംഗ് ചെയ്യാറുണ്ട്, ഡെറിവേറ്റീവ്സ് ചെയ്യാറുണ്ട്. അതിനാൽ ഡെറിവേറ്റീവ്സിനും കാറ്റഗറി 3A/IF ഉപയോഗിക്കും. പബ്ലിക് ഇക്വിറ്റിക്കായും ഇത് ഉപയോഗിക്കും. കൂടാതെ നിങ്ങൾ ഒരു ഓപ്പൺ എൻഡഡ് ഡെറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഷോർട്ട് ടേം പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾ കാറ്റഗറി 3A/IF എടുക്കാം. ഉദാഹരണത്തിന് ലിക്വിഡ് പ്ലസ് തരത്തിലുള്ള റിട്ടേൺസ് നിങ്ങൾ ലക്ഷ്യമിടുകയാണെങ്കിൽ ആ AIFകളും കാറ്റഗറി 3യിലേക്കാണ് വരുന്നത്. അവ ഓപ്പൺ എൻഡഡ് ആണോ, എക്സിറ്റ് റോഡിന് വിധേയമായാണ്. ഒരു എർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഉദാഹരണത്തിന് പ്രൈവറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ. എങ്കിൽ ഒരു ക്ലയന്റ് അതിൽ എക്സ്പോഷർ എടുക്കണമെങ്കിൽ അവൻ കാറ്റഗറി 2A/IFലേക്കാണ് പോകേണ്ടത്. ശരി, എല്ലാ പ്രൈവറ്റ് ഇക്വിറ്റി VC ഫണ്ടുകളുടെ 99% കാറ്റഗറി 2A/IF എന്ന രീതിയിലാണ് ഘടിപ്പിക്കുന്നത്. ശരി, ഒരു ഫണ്ട് മാനേജർ ഇവയെ എങ്ങനെ ഘടിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ച് വിശദീകരിക്കാമോ? എങ്ങനെ കമ്പനികളെ തിരിച്ചറിയുന്നു? കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കമ്പനികൾ ഇലിക്വിഡ് ആണ്. ഇവിടെ കമ്പനി ഇലിക്വിഡ് എന്നത് അർത്ഥം ഇവരുടെ IPO ഇതുവരെ വന്നിട്ടില്ല, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു? നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് കാറ്റഗറി 2AF അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ എന്നത് ഇവ സ്വയം ഒരു കസ്റ്റമൈസ്ഡ് പോർട്ട്ഫോളിയോ ആണ്. ഇത് ഒരു സാധാരണ പോർട്ട്ഫോളിയോ അല്ല. കാരണം ഇവ അൾട്രാ HN ക്ലയൻറ്റുകൾക്കായാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. കാരണമായിട്ട് മിനിമം ടിക്കറ്റ് സൈസ്, മിനിമം കമ്മിറ്റ്മെൻറ്റ് 1 കോടി രൂപയാണ്. ശരി, ചില AFകളിൽ 2 കോടി, 5 കോടി എന്നിങ്ങനെയും ഉണ്ടാകാം. പക്ഷേ റെഗുലേഷൻ പ്രകാരം മിനിമം 1 കോടി രൂപയാണ്. ഉദാഹരണത്തിന് PMSൽ അർദ്ധ കോടി, 10 ലക്ഷം ആണ്, ഇവിടെ 1 കോടിയാണ്. അതിനാൽ ആദ്യമായി നമ്മൾ ഓർമ്മ വെക്കേണ്ടത് കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 1 എന്നിവയിൽ പല സ്ഥലങ്ങളിലും എക്സെംഷനുകൾ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് 25 ലക്ഷം രൂപയിലും നിക്ഷേപം നടത്താൻ കഴിയും. പക്ഷേ ഇത് വളരെ കുറച്ച് ഫണ്ടുകൾക്ക് മാത്രമാണ് പരിമിതമായിരിക്കുന്നത്. എന്നാൽ കൂടുതലായും നിങ്ങൾ AF ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് തുക 1 കോടി രൂപയായിരിക്കും. 1 കോടി. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം പ്രൈവറ്റ് ഇക്വിറ്റി VC ഫണ്ടുകളിൽ ഫണ്ട് മാനേജർ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നു എന്നതായിരുന്നു, അല്ലേ? ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടായാലും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു കസ്റ്റമൈസ്ഡ് പോർട്ട്ഫോളിയോ ആണെന്നതാണ്. ഇതൊരു ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാർഗമാണ്. ഇത് പരമ്പരാഗതമായ നിക്ഷേപ മാർഗമല്ല. ഇതിൻ്റെ അകത്ത് ഫണ്ട് മാനേജർ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇക്വിറ്റി VCയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാൽ അവർ ഡീലുകൾ അന്വേഷിക്കുകയാണ്. ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടാണെങ്കിൽ, ഉദാഹരണത്തിന് മിഡ് സ്റ്റേജ് ഗ്രോത്ത് ഓറിയന്റഡ് ഫണ്ടാണെങ്കിൽ, അവർ തിരയുന്നത് അർലി സ്റ്റേജ് കടന്നു കഴിഞ്ഞ് പ്രീ-Bയിലേക്കോ ലേറ്റ് സ്റ്റേജിലേക്കോ എത്താൻ പോകുന്ന കമ്പനികളെയാണ്. അതായത് മിഡ് സ്റ്റേജിൽ വളരുന്ന കമ്പനികൾ. അത് ഇങ്ങനെ അല്ല. സാധാരണയായി ഫണ്ട് മാനേജറുടെ കയ്യിൽ ആദ്യ ദിനം തന്നെ മുഴുവൻ പോർട്ട്ഫോളിയോ റെഡി ആയിരിക്കും എന്നില്ല. അത് ഇങ്ങനെയുമല്ല. അപ്പോൾ ഫണ്ട് മാനേജർ സാധാരണയായി ഈ ഫണ്ട് മാർക്കറ്റിൽ കൊണ്ടുവരുന്നു, തൻ്റെ തത്വചിന്തയും പ്രോസസ്സും വിശദീകരിക്കുന്നു. ഞാൻ ഏത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും, ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് എന്തെല്ലാം പാരാമീറ്ററുകൾ ഉണ്ടാകും എന്നതും പറയുന്നു. ഉദാഹരണത്തിന് പ്രൈവറ്റ് ഇക്വിറ്റി VC ഫണ്ടാണെങ്കിൽ പലപ്പോഴും അവൻ പറയാം, ഞാൻ ആ കമ്പനികളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ, എബിറ്റ പോസിറ്റീവ് ആയിട്ടുള്ളവയിൽ മാത്രം. അവയുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത് ഇത്രയാണെന്നും അവയുടെ കാഷ് ഫ്ലോ ഇത്രയോളം സ്റ്റേബിൾ ആണെന്നും. അതിനാൽ പലതരം പാരാമീറ്ററുകൾ ഉണ്ട്. അവർ ഒരു പ്രത്യേക തീമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ശരി, ഉദാഹരണത്തിന് അവർ ഉപഭോഗ മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ടെക്നോളജിയിലാണ്, അല്ലെങ്കിൽ D2C കമ്പനികളിലാണ്. അതിനാൽ ഓരോ ഫണ്ട് മാനേജർക്കും തന്ത്രം ഉണ്ടാകും അവൻ ഏത് സെക്ടറിലോ ഏത് തീമിലോ കളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിനുശേഷം ആദ്യ ദിനം തന്നെ അവൻ്റെ കയ്യിൽ എല്ലാ ഡീലുകളും ലഭ്യമാകും എന്നില്ല. അപ്പോൾ ആ ഫണ്ടിന് മാർക്കറ്റിൽ നിന്ന് 500 കോടി രൂപ സമാഹരിക്കേണ്ടി വരുമെങ്കിൽ ആദ്യം അവൻ ചെയ്യാൻ തുടങ്ങുന്നത് അവൻ്റെ കയ്യിൽ എത്ര ഡീൽ സോഴ്സിംഗ് ഉണ്ടെന്ന് നോക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് കാരണം ഇത് വളരെ കസ്റ്റമൈസ്ഡ് പോർട്ട്ഫോളിയോയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കൂടുതലായാൽ 10 മുതൽ 15 ഡീലുകൾ മാത്രമേ ഉണ്ടാകൂ. നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ പലതും അത് 10 മുതൽ 15 വരെ എന്ന് നിങ്ങൾ കരുതാം. ഈ 10 മുതൽ 15 ഡീലുകൾ നിർമ്മിക്കാൻ അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പീരിയഡും ഉണ്ടാകും. അതിനാൽ ഇങ്ങനെ അല്ല, ഇന്ന് ക്ലയന്റ് 1 കോടി രൂപ നൽകി, എന്നാൽ ആ 1 കോടി രൂപ എവിടെയാണ് നിക്ഷേപിക്കപ്പെടുക എന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാമെന്നില്ല. സാധാരണയായി അങ്ങനെ സംഭവിക്കാറില്ല.
അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ ആദ്യം ഫണ്ട് മാനേജർ ഒരു 2-3 ഡീലുകൾ ഫൈനൽ ചെയ്യും. അപ്പോൾ അവന് മനസ്സിലായി ഈ 2 ഡീലുകളിൽ തന്റെ നിക്ഷേപം എങ്ങനെയാണെന്ന്. ഉദാഹരണത്തിന് 500 കോടി രൂപയുടെ ഫണ്ടാണെങ്കിൽ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 10 കമ്പനികളിൽ നിക്ഷേപിക്കുമെന്ന്. അതായത് ഏകദേശം ഓരോ കമ്പനിയിലും 50 കോടി രൂപ വീതം നിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം അവൻ 2 ഡീലുകൾ ഫൈനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാകും തനിക്ക് 100 കോടി രൂപ റേസ് ചെയ്യേണ്ടതുണ്ടെന്ന്. അവന്റെ കയ്യിൽ നിക്ഷേപ പ്ലാൻ ഉണ്ടെങ്കിൽ 100 കോടി രൂപയുടെ പൈപ്പ് ലൈൻ റെഡി ആണെങ്കിൽ ആ ഫണ്ട് മാനേജർ ആദ്യം 100 കോടി രൂപയാണ് കോൾ ചെയ്യുക. നമുക്ക് പറയാം അവൻ 500 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ 100 കോടി രൂപയുടെ കമ്മിറ്റ്മെന്റ് എടുത്തു എന്ന് കരുതാം. 100 കോടി രൂപയുടെ കമ്മിറ്റ്മെന്റ് എന്നത് അവൻ അങ്ങനെ ക്ലയന്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയാണ് 100 കോടി രൂപ അവന്റെ കയ്യിൽ എത്തുന്നത്. ആകെ ക്ലയന്റ് 100 കോടി കമ്മിറ്റ് ചെയ്യും എന്ന്. അപ്പോൾ അയാൾ ക്ലയന്റിൽ നിന്ന് 50% ഡ്രോ ഡൗൺ ചോദിക്കും. ക്ലയന്റിൽ നിന്ന് ലഭിക്കുന്ന 100 കോടി രൂപ അവൻ ഇൻവെസ്റ്റ് ചെയ്യും. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഡ്രോ ഡൗൺ എന്നത് ഒരു ചെറിയ വാക്ക് വിശദീകരിക്കാമോ? ഡ്രോ ഡൗൺ എന്നത് അർത്ഥം ഫണ്ട് മാനേജർക്ക് ഇൻവെസ്റ്റ്മെന്റ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതനുസരിച്ച് അവൻ ഡ്രോ ഡൗൺ ആവശ്യപ്പെടുന്നു. ഡ്രോ ഡൗൺ എന്നത് അർത്ഥം ഉദാഹരണത്തിന് ഞാൻ ഒരു ഫണ്ടിന് 1 കോടി രൂപ നൽകാമെന്ന് കമ്മിറ്റ് ചെയ്താൽ. കമ്മിറ്റ് എന്നത് അർത്ഥം ഒരു ഇൻവെസ്റ്റർ നിങ്ങളെ കാണുമ്പോൾ ഒരുമിച്ച് 1 കോടി രൂപ നൽകാമോ അല്ലെങ്കിൽ ട്രാൻഷുകളായി നൽകാമോ? അവൻ പറഞ്ഞിരിക്കുന്നു ഈ ഫണ്ടിന് ഞാൻ 1 കോടി രൂപ നൽകും എന്ന്. അതാണ് അവന്റെ കമ്മിറ്റ്മെന്റ്. അതാണ് അവന്റെ കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് എന്നത് ഞാൻ 1 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും നിക്ഷേപിക്കും എന്നതാണ്. ഇപ്പോൾ ഡ്രോ ഡൗൺ എന്നത് അർത്ഥം ഫണ്ട് മാനേജർ കുറച്ച് തുക ആവശ്യപ്പെടുന്നു. ഡ്രോ ഡൗൺ പീരിയഡ് 5% മുതൽ തുടങ്ങാം. ചിലപ്പോഴൊക്കെ ഫണ്ട് മാനേജർ വെറും 5% മാത്രം ആവശ്യപ്പെടും. നിങ്ങൾ 1 കോടി രൂപ കമ്മിറ്റ് ചെയ്താൽ ആദ്യ ട്രാൻഷിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ നൽകേണ്ടി വരും. ശരി. പിന്നീട് ഫണ്ട് മാനേജർക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അങ്ങനെ അവൻ വീണ്ടും ഡ്രോ ഡൗൺ ആവശ്യപ്പെടും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതുപോലെ അവന് ഡീലുകൾ കിട്ടിയാൽ അങ്ങനെ ആകാം. ഇവിടെ ഡീലുകൾ കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. നാം അൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളെ ലക്ഷ്യമിടുന്നുവെന്നാൽ ഒരാൾക്ക് അൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് വരേണ്ടതുകൊണ്ടാണ്. ഇത് ഒരു കസ്റ്റമൈസ്ഡ് പോർട്ട്ഫോളിയോ ആണ്. ഇത് ഒരു അൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാർഗമാണ്. എന്തുകൊണ്ടാണ് നിക്ഷേപകർ അൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പിന്തുടരുന്നത്? അവരുടെ റിട്ടേൺ പ്രതീക്ഷ കൂടുതലായതിനാലാണ്. അവരുടെ റിട്ടേൺ പ്രതീക്ഷയും പരമ്പരാഗത ആസ്തികളിലേതുപോലെയാണ് എങ്കിൽ അവർക്ക് അൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. അതും ക്ലോസ്ഡ് എൻഡ് ആയതും ടിക്കറ്റ് സൈസ് 1 കോടി രൂപയുമാണ്. 1 കോടി. അതിനാൽ അവർ സാധാരണയായി കൂടുതൽ റിട്ടേൺസിനാണ് ഇത് ചെയ്യുന്നത്. കൂടുതൽ റിട്ടേൺസിനൊപ്പം ഫണ്ട് മാനേജർക്ക് വളരെ കൂടുതൽ ഡ്യൂ ഡിലിജൻസ് നടത്തേണ്ടതുണ്ട്. ഓരോ ഡീലും നല്ലതാണോ മോശമാണോ എന്നതിൽ കൂടുതൽ പരിശോധനയും നടത്തണം. കാരണം ഇവ എല്ലാം ലിക്വിഡ് അല്ലാത്ത നിക്ഷേപങ്ങളാണെന്ന് അവൻ അറിയുന്നു. അവൻ തെറ്റായ ഒരു തീരുമാനമെടുത്താൽ അവൻക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. അതിനാൽ ഫണ്ട് മാനേജർമാർ തങ്ങളുടെ നല്ലൊരു സമയം ഇതിൽ ചെലവഴിക്കുന്നു. ചിലപ്പോൾ ഇതിന്റെ ഡ്രോ ഡൗൺ കാലാവധി 12 മാസം 18 മാസം വരെ നീണ്ടുപോകാം. അപ്പോൾ അർത്ഥം ഒരു ക്ലയന്റ് 1 കോടി രൂപ കമ്മിറ്റ് ചെയ്താൽ അവൻ 12-18 മാസങ്ങൾക്കുള്ളിൽ ആ മുഴുവൻ 1 കോടി രൂപ നൽകേണ്ടി വരും. ആരംഭത്തിൽ തന്നെ നൽകേണ്ടതാണെന്നില്ല. അത് ഫണ്ട് മാനേജർക്ക് അവസരം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അവസരം 6 മാസത്തിനുള്ളിൽ കിട്ടിയാൽ ആ മുഴുവൻ 1 കോടി രൂപയും ആ 6 മാസത്തിനുള്ളിൽ വിളിച്ചു വാങ്ങും. അതിനാൽ ഡ്രോ ഡൗൺ പീരിയഡ് എന്നത് ഫണ്ട് മാനേജർ ആവശ്യപ്പെടുന്ന സമയത്താണ്. ഡ്രോ ഡൗൺ പീരിയഡിൽ ഡ്രോ ഡൗൺ തുക 1 കോടി രൂപയാണെങ്കിൽ ഉദാഹരണത്തിന് ആരെങ്കിലും 5% ആവശ്യപ്പെട്ടാൽ അത് അർത്ഥം 5 ലക്ഷം രൂപയാണ്. നാം എപ്പോഴെങ്കിലും ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് പോകുമ്പോഴും ഏതെങ്കിലും ഫണ്ട് വരുമ്പോഴും ആരെങ്കിലും ഞങ്ങളോട് ചർച്ച ചെയ്യുമ്പോഴും ഇൻവെസ്റ്റർമാർ ചോദിക്കുന്നതാണ് ഡ്രോ ഡൗൺ പീരിയഡ് എത്രയാണോ, ഡ്രോ ഡൗൺ തുക എത്രയാണോ എന്ന്. ഇപ്പോൾ MC പറയുന്നത് ഡ്രോ ഡൗൺ തുക 50% ആണെന്ന്. അതിനാൽ ക്ലയന്റ് 1 കോടി രൂപ കമ്മിറ്റ് ചെയ്താൽ ഞങ്ങൾ ക്ലയന്റിനോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ നൽകേണ്ടതുണ്ടെന്ന്. ബാക്കി 50 ലക്ഷം രൂപ 3 മാസം 6 മാസം എന്നിങ്ങനെയാണ് ഫണ്ട് മാനേജർ വിളിച്ചാൽ അതിനുശേഷം 15 കുറയ്ക്കുക 20 ദിവസം മുതൽ 1 മാസം വരെ സമയം നൽകും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഡ്രോ ഡൗൺ തുക ഫണ്ടിലേക്ക് നൽകണം. ശരിയാണോ? അതിനാൽ എപ്പോഴെങ്കിലും ഫണ്ട് മാനേജർ വിളിച്ചാൽ ഫണ്ടുകൾ റെഡിയാകണം. നിങ്ങൾ 1 കോടി രൂപയുടെ കമ്മിറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇത് ആയിരുന്നു ബേസിക് പോലെ ഡെഫിനിഷൻ. പൂച്ച ഒരു സിമ്പിൾ ചോദ്യമാണ്. രണ്ടാം ചോദ്യത്തിൽ ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്താണ്, ഒരു ഇൻവെസ്റ്റർക്ക് എന്താണ് അഡ്വാൻറ്റേജ് പ്ലസ് ബെനിഫിറ്റ്, ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം എന്താണ്. കാരണം എൻ്റെ കയ്യിൽ പണമുണ്ട്, അവിടെയും ഞാൻ ഇങ്ങനെ ചില കസ്റ്റമൈസ് ചെയ്ത പോർട്ട്ഫോളിയോയിൽ ഉയർന്ന റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഞാൻ ഈ ദിശയിലേക്ക് പോകാൻ എന്താണ് കാരണം, അതിൽ പ്രത്യേകമായ ഏതെങ്കിലും അഡ്വാൻറ്റേജുകളോ ബെനിഫിറ്റുകളോ ഉണ്ടോ? അതിനാൽ ഒരു ഇൻവെസ്റ്റർക്ക് മുന്നിൽ നാം ഇരിക്കുമ്പോൾ അവനോട് നാം എന്താണ് പറയേണ്ടത്? അവൻ റെഡി ആകാൻ. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്ററുടെ എക്സ്പെക്ടേഷൻസ്, വെയിറ്റേജ്, ഒബ്ജക്റ്റീവ് എന്നിവയിൽ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യത്തിൽ. ഇന്ന് നിങ്ങൾക്ക് ഒരു അനലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് അതിൻ്റെ ഷെയർ വാങ്ങിക്കോളൂ.
നിങ്ങൾ അതിൻ്റെ ഷെയർ നേരിട്ട് വാങ്ങുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ആ കമ്പനിയിൽ നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഫണ്ട്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല, മ്യൂച്വൽ ഫണ്ടിലൂടെയും ചെയ്യാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾക്ക് ഈ എന്ന വഴിയിലൂടെയാണ് ചെയ്യേണ്ടി വരിക. ഇന്ത്യൻ മാർക്കറ്റ് വളരുകയാണ്, ഇന്ത്യൻ ഇക്കണോമി വളരുകയാണ്. അനലിസ്റ്റഡ് മാർക്കറ്റിൽ വളരെ നല്ല അവസരങ്ങൾ ലഭ്യമാണ്. കൂടാതെ നമ്മൾക്കുണ്ട് വളരെ നല്ല ഫണ്ട് മാനേജർമാർ ഉണ്ട്. അവർ നല്ല റിട്ടേൺ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അനലിസ്റ്റഡ് സൈഡിൽ വളരെ നല്ല അവസരങ്ങൾ ഉണ്ട്. അതിനാൽ ക്ലയൻറ്റുകൾക്ക് തോന്നുമ്പോൾ എനിക്ക് അനലിസ്റ്റഡ് സൈഡിൽ, സൈഡിൽ അല്ലെങ്കിൽ മൾട്ടിടെക് സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അനലിസ്റ്റഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് അവർക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെയോ മറ്റേതെങ്കിലും വഴി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് എഫ് റൂട്ടാണ് സ്വീകരിക്കേണ്ടത്. അതിനാൽ ആദ്യം നോക്കേണ്ടത് ഇൻവെസ്റ്റർ റിട്ടേണും ഇൻവെസ്റ്റർമാരുടെയും ലക്ഷ്യങ്ങളും ആണ്. അവർ പണം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഒരു ഇൻവെസ്റ്റർ ലോങ് ഷോർട്ട് സ്ട്രാറ്റജിയിലോ ഹെഡ്ജിംഗ് ഡെറിവേറ്റീവ് സ്ട്രാറ്റജിയിലോ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എഫ് റൂട്ടിലൂടെയാണ് നിക്ഷേപിക്കേണ്ടത്. മറ്റൊരു ഓപ്ഷനും മറ്റൊരു വഴിയും ഇല്ല. നിക്ഷേപത്തിൻ്റെ രീതികൾക്ക് റെഗുലേഷൻ പ്രകാരം എഫ് റൂട്ടാണ് പ്രാധാന്യത്തിൽ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അണ്ടർലൈൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എവിടെയാണോ എഫ് റൂട്ടിലൂടെയാണ് മാത്രം നിക്ഷേപിക്കാൻ കഴിയുക. അങ്ങനെയെങ്കിൽ എഫ് റൂട്ടിലേക്ക് പോകേണ്ടതായിരിക്കും. അതിനാൽ ആദ്യത്തെ കാര്യമാണ് ഇതാണ് ഏക മാർഗം. അപ്പോൾ ഇൻവെസ്റ്റ് പ്ലസിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെന്തുകൊണ്ടാണ്? ഒരു കാര്യം ഉറപ്പാണ്, നാം ഇവിടെ പണം നിക്ഷേപിക്കാമോ അവിടെ നിക്ഷേപിക്കാമോ എന്നതുപോലെ നാം എവിടെയായാലും പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഒരു പരമ്പരാഗത ആസ്തിയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അന്തിമ ലക്ഷ്യം ഉയർന്ന റിട്ടേൺ ലക്ഷ്യമിടുന്നതാണ്. കൂടാതെ അതിലുപരി ഫണ്ട് മാനേജർ കൂടുതൽ, ഞാൻ പറയേണ്ടതുണ്ടെങ്കിൽ സ്റ്റാറ്റിക് പോർട്ട്ഫോളിയോയെ അപേക്ഷിച്ച് കൂടുതൽ ഡൈനാമിക് പോർട്ട്ഫോളിയോയാണ്. ഫണ്ട് മാനേജറുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം റിട്ടേൺ പ്രതീക്ഷയോടൊപ്പം റിസ്ക്കും കൂടുന്നു. അതിനാൽ ഈ ഫണ്ട് മാനേജർമാർ 10 നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ അവിടെയുള്ള റിസ്ക് ക്യാപിറ്റലും മ്യൂച്വൽ ഫണ്ടുകളോ എമിസസിബിളോയെ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു. അവിടെയുള്ള ഹോൾഡിംഗ്സ് സാധാരണയായി 25 മുതൽ 30 വരെ ആയിരിക്കും. എന്നാൽ ഇവർ 10 ഡീലുകൾ മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ റിസ്ക് ക്യാപിറ്റലും ഡീലിൻ്റെ എലിജൻസും കൂടിയിരിക്കുന്നു. പക്ഷേ തീർച്ചയായും റിട്ടേൺ പ്രതീക്ഷയും കൂടും. ഇത് വളരെ സ്ഥിരമായ മാർക്കറ്റ് അല്ല. ഉദാഹരണത്തിന് നെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം 9 ലക്ഷം കോടി രൂപയുടെ AUM ആണ്. കഴിഞ്ഞതുപോലെ ഏകദേശം 0.96 മുതൽ 1100 വരെ R12 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഫണ്ട് മാനേജർമാർ എയർ ഫ്രൂട്ടിലൂടെ നല്ല ജോലി ചെയ്യുകയാണ്. നിക്ഷേപകർക്ക് ഇത് ഒരു നല്ല അവസരമായി തോന്നുന്നു. ഈ അവസരം കണ്ടെത്തുന്നത് ദൈവസമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ 1100 എത്തിയിരിക്കുന്നത്. ആ സംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്നു. കടത്തിന്റെ കാര്യത്തിൽ പലയിടത്തും ക്വാട്ടയിലും കടത്തിലും ഇത്തരം ഇടപാടുകൾ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. അതിനാൽ ഞങ്ങൾ സ്വകാര്യ വിലയെക്കുറിച്ച് ധാരാളം സംസാരിച്ചു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഡേറ്റ് അടിസ്ഥാനത്തിലുള്ള ഡീലുകളും നടക്കാറുണ്ട്. ഇനി ഡേറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ്, ബോണ്ടുകൾ, സിഡികൾ എന്നിവയിലും നിക്ഷേപം നടത്താൻ കഴിയും. എന്നാൽ പല സ്ഥലങ്ങളിലും സ്ട്രക്ചർ ചെയ്ത ഡീലുകൾ ഉണ്ടാകാറുണ്ട്. അവ പൊതുവെ സെക്കൻഡ് മാർക്കറ്റിൽ ലഭ്യമല്ല. അതിനാൽ ഇന്ത്യയുടെ ക്രെഡിറ്റ് മാർക്കറ്റും അത്രയേറെ വികസിച്ചിട്ടില്ല. എന്നാൽ സാധാരണയായി ഇന്ത്യയുടെ സാമ്പത്തികം വളരുമ്പോൾ ഇക്വിറ്റി മാർക്കറ്റും വളരും. അടിസ്ഥാനപരമായി ക്യാപിറ്റൽ മാർക്കറ്റായ ഇക്വിറ്റിയും ഡേറ്റും ഇന്ത്യയിൽ വളരും. ഇന്നത്തെ തീയതിയിൽ ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് അനുപാതം നോക്കിയാൽ ക്രെഡിറ്റ് വളരെ വേഗത്തിൽ വളരുകയാണ്. ഇത് ഓൾ ടൈം ഹൈയിൽ ആണ്. അതിനാൽ ക്രെഡിറ്റ് വെറും റീറ്റെയിൽ ലെവലിലേക്കല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലേക്കും പോകുന്നു. ഇന്നത്തെ തീയതിയിൽ ഒരു കമ്പനി വലിയതാകണമെങ്കിൽ അവർക്കും ക്രെഡിറ്റ് ആവശ്യമുണ്ട്. ഓരോ കമ്പനിക്കും ക്രെഡിറ്റ് വേണം. പല കമ്പനികൾക്കും ക്രെഡിറ്റ് ആവശ്യമുള്ളപ്പോൾ അവർക്ക് ട്രഡീഷണൽ ബാങ്ക്, മ്യൂച്വൽ ഫണ്ട് പോലുള്ള സോഴ്സുകൾ ഇല്ലെങ്കിൽ അവർ മറ്റൊരു വഴി അന്വേഷിക്കും. അതിനാൽ മിക്ക ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളും കമ്പനികളിലേക്കാണ് പോകുന്നത്, പ്രത്യേകമായ ആവശ്യങ്ങൾക്കായി. ഓരോ ഡെറ്റ് എഫിനും തങ്ങളുടെ സ്വന്തം കാറ്റഗറൈസേഷൻ ഉണ്ട്. ചില ഡെറ്റ് എഫുകൾക്ക് ടാർഗറ്റ് റിട്ടേൺസ് 20, 13%, 14%, 16% തുടങ്ങിയുണ്ട്. സാധാരണയായി ഇത് പെർഫോമിംഗ് ക്രെഡിറ്റിലാണ് തുടങ്ങുന്നത്, അതായത് കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ. ചിലയിടങ്ങളിൽ സ്ട്രക്ചർഡ് ഡീലുകൾ നടക്കാറുണ്ട്. ഉദാഹരണത്തിന് ഡെറ്റ് റീഫൈനാൻസിങ് ചെയ്യേണ്ടി വരുമ്പോൾ പഴയ കട അടയ്ക്കാൻ പുതിയ കട വേണം. അതിനായി നമ്മൾ ഡീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രൊമോട്ടർക്ക് തൻ്റെ ബിസിനസ്സിനുള്ളിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതിനായി അവൻക്ക് ബാങ്ക് അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്ന് പണം ലഭിക്കാത്തപ്പോൾ അവൻ AF വഴി റൂട്ട് ഫണ്ട് മാനേജറെ ബന്ധപ്പെടാം. ഫണ്ട് മാനേജർമാരും ഇത്തരത്തിലുള്ള ഡീലുകൾ അന്വേഷിക്കാറുണ്ട്. അതായത് അവർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും. മാർക്കറ്റിൽ ആരെങ്കിലും ഫണ്ടിനായി തിരയുകയാണെങ്കിൽ സാധാരണയായി അത് മാർക്കറ്റിൽ അറിയപ്പെടും. ഫണ്ട് മാനേജർമാർക്കും അതറിയാം.
അവിടെ ഡെറ്റ് എഫിൽ റോളിൻ്റെ പങ്ക് വരുന്നു. കാരണം ഇവിടെ നിങ്ങൾ ഇക്വിറ്റിയല്ല, പകരം പണം കടമായി നൽകുകയാണ് ചെയ്യുന്നത്. പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത എത്രയാണെന്ന് അറിയുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ ഡെറ്റ് മാനേജർമാർ, ഡെറ്റ് എഫ് മാനേജ് ചെയ്യുന്നവർ ക്രെഡിറ്റ് സ്പെസിഫിക്കായി വളരെ കൂടുതൽ ഡ്യൂ ഡിലിജൻസ് നടത്തുന്നു. എത്ര കവർ ഉണ്ട് എന്നതിൽ ഓരോരുത്തർക്കും തങ്ങളുടെ സ്വന്തം പാരാമീറ്ററുകൾ ഉണ്ടാകും. ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിൽ അത്ര പോകുന്നില്ല, പക്ഷേ ഓരോരുത്തർക്കും തങ്ങളുടെ സ്വന്തം പാരാമീറ്ററുകൾ ഉണ്ടാകും. ചിലർ റവന്യൂ ഗ്രോത്ത് വളരെ ഉയർന്ന കമ്പനികൾ തിരഞ്ഞെടുക്കും. ചിലർ കുറഞ്ഞത് 3 മടങ്ങ് കളറോ കവർ ഉള്ള കമ്പനികൾ തിരഞ്ഞെടുക്കും. അതായത് ഭൂമിയുടെ കോർ ആകാം, പ്രൊമോട്ടറുടെ ഷെയറുകളുടെ കോർ ആകാം, അല്ലെങ്കിൽ പ്രൊമോട്ടറുടെ വ്യക്തിഗത ഗ്യാരണ്ടി ആകാം. ഇതുപോലെയുള്ളവയും പാരാമീറ്ററുകളായിരിക്കും. കൂടാതെ ഡെപ്റ്റ് ടു ഇബിറ്റ റേഷ്യോ എത്രയാണെന്നതും ഒരു പാരാമീറ്റർ ആയിരിക്കും. അതായത് ഡെപ്റ്റ് ടു ഇബിറ്റ റേഷ്യോ ഒരു പരിധിക്ക് മുകളിൽ പോകരുത്. അതിനാൽ ഫണ്ട് മാനേജർ നിക്ഷേപം ചെയ്യുന്ന പ്രൊമോട്ടറും കമ്പനിക്കും ഇത് ബുദ്ധിമുട്ടാകാം. പക്ഷേ ഡെറ്റ് സൈഡിൽ തന്നെ വളരെ കൂടുതൽ ഫണ്ടുകൾ ഉണ്ട്. ഇത് 12 കുറയ്ക്കുക 13% നിന്ന് 21% വരെ തുടങ്ങുന്നു. ശരിയാണോ? സാധാരണയായി ഈ ഡീലുകൾ 3 വർഷം, 4 വർഷം, 5 വർഷം വരെ എന്നിങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഇവയും അടച്ചുപൂട്ടിയ ക്ലോസ് എൻഡഡ് ഡേറ്റ് ഫണ്ടുകളാണ്. കാലാവധി 3, 4 വർഷം മുതൽ 6, 7 വർഷം വരെ നീളാം. ഈ കാലയളവിൽ സാധാരണയായി നിക്ഷേപകർക്ക് ക്വാർട്ടർ വൈസ് കൂപ്പൺ ലഭിക്കും. ഇത് 2.5 മുതൽ 3% വരെ. ചില ഹൈ yieldഡ് ഡീലുകളിൽ 5% വരെ കൂപ്പൺ ലഭിക്കാൻ ലക്ഷ്യമിടുന്നു. എന്നാൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ തുക ഫണ്ടിൻ്റെ കാലാവധി മുഴുവൻ നിക്ഷേപിച്ചിരിക്കും. കാരണം ഇത് അടച്ചുപൂട്ടിയ നിക്ഷേപമാണ്. പക്ഷേ നിങ്ങൾക്ക് ക്വാർട്ടർ വൈസ് കൂപ്പൺ ലഭിക്കും. അതിനാൽ നിങ്ങൾ 20% വരെ ടോട്ടൽ റിട്ടേൺ നേടാൻ സാധ്യതയുണ്ട്. ഇത് 20% വരെ എത്തും എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് ചോദിക്കുന്നവരോട് ഉത്തരം പറയൂ. ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ 19% നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ എന്തിന് തിരികെ പോകണം? നാം ഫണ്ട്സിനെ ഒഴിവാക്കാം. ഒരു കാര്യത്തിൽ മാത്രം പറയുമ്പോൾ FML ഞാൻ എന്തിനു പോകണം? കാരണം ഞാൻ 20% ലോങ് ടൈം ശരാശരി റിട്ടേൺസ് നേടുന്നുണ്ടല്ലോ. അതിനാൽ അതിൽ എന്താണ് പ്രത്യേകത? പക്ഷേ നമുക്ക് കാണേണ്ടതുണ്ട്, സിഡേക്ക് അതിൻ്റെ സ്വന്തം ഒരു റിസ്ക് ഉണ്ട്. ഇക്വിറ്റിയിലേത് റിസ്ക്, മാർക്കറ്റ് റിസ്ക് വളരെ കൂടുതലാണ്. സിസ്റ്റമാറ്റിക് റിസ്ക് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ ഒരു നല്ല കമ്പനി പോലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും, എന്നാൽ നാളെ ഏതെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ മാർക്കറ്റ് ഇടിഞ്ഞു പോകുന്നു എങ്കിൽ, ബ്രോഡർ മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയും ഇടിയും. നല്ല കമ്പനിയുമാണ് ഇടിയുക. അതാണ് മനസ്സിലാക്കേണ്ടത്. ഭാഗ്യവും കമ്പനി തോറും വ്യത്യാസപ്പെടും. പക്ഷേ അത് ഇടിയുമ്പോൾ മാർക്കറ്റ് വീണ്ടും പുനരുജ്ജീവനം നേടുന്നവരെ റിട്ടേൺ ഉണ്ടാകില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില ക്ലയൻറ്റുകൾ പറയുന്നത് പോലെ ദീർഘകാലത്ത് ഇക്വിറ്റി 16, 17, 18% റിട്ടേൺ നൽകുന്നു എന്നതാണ്. അത് ദീർഘകാലത്താണ് നൽകുന്നത്. 2-3 വർഷത്തിനുള്ളിൽ നിങ്ങൾ നിർവചിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് 16, 18% ലാഭം ലഭിക്കുമോ അല്ലെങ്കിൽ താഴ്ച ഉണ്ടാകുമോ എന്നോ. പക്ഷേ ഡെറ്റ് എഫ് വിഭാഗത്തിൽ മാർക്കറ്റിൻ്റെ യാതൊരു റിസ്ക്കും ഇല്ല. ഇവിടെ അടിസ്ഥാനപരമായി ഇത് പ്രവർത്തിക്കുന്നത് പ്രത്യേക ഡീലുകളിലാണ്. ഒരു പ്രൊമോട്ടറോ കമ്പനിയോക്ക് നാം പണം 18 മാസത്തേക്ക് നൽകിയാൽ, 16 or 18% നൽകിയാൽ, അതും ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിനായി നൽകിയാൽ മാത്രമാണ്. ആ അന്തിമ ലക്ഷ്യം പൂർത്തിയാകും. അപ്പോൾ ആ പ്രൊമോട്ടർ നിങ്ങൾക്ക് പണം തിരികെ നൽകും. അതിനോട് മാർക്കറ്റിന് യാതൊരു ബന്ധവും ഇല്ല. മാർക്കറ്റിന് യാതൊരു ബന്ധവും ഇല്ല. ഇനി ഇക്വിറ്റി SABയിലും റിട്ടേൺ പ്രതീക്ഷകൾ എത്രയാണെന്ന് ഞാൻ ചോദിക്കുന്നത്, കാരണം നിങ്ങൾക്ക് ഈ ലാർജ് ഇൻവെസ്റ്റർമാരെ കാര്യം ചെയ്യാൻ അറിയാം. അതിനാൽ അത്തരം ഇൻവെസ്റ്റർമാരുടെ മനോഭാവം നിങ്ങൾക്ക് തോന്നുന്നുവോ അവർ എത്ര റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നു എന്ന്? നിങ്ങൾ പിച്ച് ചെയ്യുമ്പോൾ കാണൂ, ഇക്വിറ്റി FSൽ ലിസ്റ്റഡ്, അൺലിസ്റ്റഡ് എല്ലാം ഉൾപ്പെടുന്നു. നിങ്ങൾ എത്രയും നേരത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത്രയും നിങ്ങളുടെ റിട്ടേൺ പ്രതീക്ഷ ഉയരും. ചിലർ ക്രോസ് ലെവലിൽ തന്നെ 35% വരെ നേരിട്ട് ലക്ഷ്യമിടുന്നവരുമുണ്ട്. പലപ്പോഴും വളരെ പ്രാരംഭഘട്ടത്തിലുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ അവരുടെ കാലാവധി 10 വർഷം ആയിരിക്കും. ശരി, ഫണ്ടിൻ്റെ കാലാവധി 10 വർഷം ആണെങ്കിൽ അതിൽ 3-4 വർഷം അവർ പണം ഡ്രോ ഡൗൺ ചെയ്യുന്നതിൽ മാത്രം ചെലവഴിക്കും. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അതിനാൽ 3 മുതൽ 4 വർഷം അവർ ഡ്രോ ഡൗൺ ചെയ്യുന്നു. നിങ്ങൾ 1 കോടി രൂപ കമ്മിറ്റ് ചെയ്താൽ ആ 1 കോടി നിങ്ങളിൽ നിന്ന് എടുക്കാൻ അവർ 4 വർഷം ചെലവിടും. അതിനുശേഷം അതിനെ വളർത്താൻ 5-6 വർഷം വേണ്ടിവരും. ഒടുവിൽ 9-10 വർഷം കഴിഞ്ഞ് അവർ എക്സിറ്റ് എടുക്കാൻ തുടങ്ങും. അതിനാൽ അതുപോലുള്ള അർത്ഥത്തിൽ വളരെ പ്രാരംഭഘട്ടത്തിലുള്ള ദീർഘകാല 10 വർഷം മുതലായ ഫണ്ടുകളിൽ അവിടെ നിങ്ങളുടെ റിട്ടേൺ പ്രതീക്ഷ കുറഞ്ഞത് 30 മുതൽ 35% വരെ ആയിരിക്കും. ഗ്രോസ് ലെവലിൽ നിങ്ങൾ താഴേക്ക് വരുമ്പോൾ, ഉദാഹരണത്തിന് പ്രൈവറ്റ് ഇക്വിറ്റി, ലേറ്റ് സ്റ്റേജ്, പ്രീവ്യൂ പോലുള്ള ഫണ്ടുകളിൽ എത്തുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ റിട്ടേൺ ടാർഗറ്റ് സാധാരണയായി ഗ്രോസ് ലെവലിൽ ഏകദേശം 25% ആയിരിക്കും.
നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കേണ്ടതാണ്, ഫണ്ട് മാനേജർ സമാനമായ തരത്തിലുള്ള റിട്ടേൺസ് മാത്രമേ നൽകാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. മ്യൂച്വൽ ഫണ്ടോ MSSO പോലുള്ള ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ദീർഘകാലം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. പബ്ലിക് ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അതിനാൽ മ്യൂച്വൽ ഫണ്ടിനും എസിക്കും എങ്ങനെ വ്യത്യാസമുണ്ട് എന്നതും നോക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു വ്യത്യാസം കൂടി വ്യക്തമായി പറഞ്ഞു തരാം. മ്യൂച്വൽ ഫണ്ട്, PMS, AF എന്നിവയെക്കുറിച്ച് നാം വളരെ സംസാരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരു ഉൽപ്പന്നമാണ്. ഇവിടെ ഒരു നിക്ഷേപകൻ 1000 രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാം. കുറഞ്ഞത് 5 ലക്ഷം രൂപ മുതൽ കോടികൾ വരെ നിക്ഷേപിക്കാൻ കഴിയും. മേൽവശത്ത് യാതൊരു പരിധിയും ഇല്ല. പക്ഷേ ഇത് ഒരു റീറ്റെയിൽ ഉൽപ്പന്നമാണ്. ഓരോ നിക്ഷേപകനും മ്യൂച്വൽ ഫണ്ടിൽ 10 ലക്ഷം നിക്ഷേപിച്ചാലും മറ്റൊരാൾ അതേ ഫണ്ടിൽ 100 കോടി നിക്ഷേപിച്ചാലും അതേ കാറ്റഗറിയിലാണ്. അവരുടെ ഹോൾഡിംഗ്സും അതേപോലെയാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ മുഴുവനും ഒരേപോലെയാണ്. PMSൽ അത് ഒരു കസ്റ്റമൈസ്ഡ് പോർട്ട്ഫോളിയോയാണ്. കുറഞ്ഞത് 50 ലക്ഷം രൂപ ആവശ്യമാണ്. ഒരു ക്ലയൻറ്റും മറ്റൊരു ക്ലയൻറ്റും വ്യത്യസ്ത തീയതിയിൽ അതേ PMSൽ നിക്ഷേപിച്ചാൽ അവരുടെ പോർട്ട്ഫോളിയോ വ്യത്യസ്തമായിരിക്കാം. കാരണം PMSൽ നിക്ഷേപം വ്യക്തിഗതമായ പ്ലാനുകൾ പ്രകാരമാണ്. അവിടെ ഫണ്ട് റൂട്ട് ഇല്ല. AFലും ഫണ്ട് റൂട്ട് ഇല്ല. അതും ഒരു കസ്റ്റമൈസ്ഡ് പോർട്ട്ഫോളിയോയാണ്. PMSനോട് സാമ്യമുള്ളത്. ഇത് ഒരു കേന്ദ്രീകൃത പോർട്ട്ഫോളിയോയാണ്. സാധാരണയായി കുറഞ്ഞ ടിക്കറ്റ് സൈസ് ഏകദേശം 1 കോടി രൂപയാകും. പക്ഷേ അതും ഫണ്ട് റൂട്ട് വഴിയാണ് നടക്കുന്നത്. അതിനാൽ വ്യത്യാസം ഇതാണ്. മ്യൂച്വൽ ഫണ്ടിൽ യൂണിറ്റുകൾ അലോട്ട് ചെയ്യപ്പെടുന്നു. ക്ലയൻറ്റുകൾക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്യപ്പെടുന്നു. ഒരു ക്ലയൻറ്റ് 1 കോടി നിക്ഷേപിച്ചാലും മറ്റൊരാൾ കുറച്ച് നിക്ഷേപിച്ചാലും AFലും ഡ്രോ ഡൗൺ പീരിയഡ് ഉണ്ട്. ഒരു തീയതി, ഫസ്റ്റ് ക്ലോസ്, ഫൈനൽ ക്ലോസ് എന്നിങ്ങനെയും ഉണ്ട്. അതിനാൽ ക്ലയൻറ്റുകളുടെ നിക്ഷേപ തീയതിയിൽ 2-3 മാസം വ്യത്യാസമുണ്ടായാലും നിക്ഷേപം ഫണ്ട് ലെവലിലാണ് നടക്കുന്നത്. അതിനാൽ അണ്ടർലൈൻ ഹോൾഡിംഗ്സ് എല്ലാം ഒരേപോലെയാണ്. ആരുടെയെങ്കിലും തീയതി മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ അതിൽ നിന്ന് കുറച്ച് റിട്ടേൺ പ്രതീക്ഷയിൽ മാറ്റം വരാം. പക്ഷേ അതല്ലാതെ ഫണ്ട് നിർദ്ദിഷ്ടമായ റിട്ടേൺ ജനറേറ്റ് ചെയ്യും. ക്ലയൻറ്റ് എപ്പോൾ ഫണ്ടിൽ പ്രവേശിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അതിനാൽ കുറച്ച് റിട്ടേൺ പ്രതീക്ഷയിൽ വ്യത്യാസം ഉണ്ടാകും. ഇതല്ലാതെ മുഴുവൻ അണ്ടർലൈൻ ഹോൾഡിംഗും ഇതേ തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അണ്ടർലൈൻ ഹോൾഡിംഗ് അതാണ്. അതിനാൽ അടിസ്ഥാനപരമായി ഇതിനെ വർഗീകരിക്കേണ്ടി വന്നാൽ ഇത് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ മിശ്രിതം പോലെയാണ്. അവിടെ യൂണിറ്റുകൾ അലോട്ട് ചെയ്യപ്പെടുന്നു. പോർട്ട്ഫോളിയോ ഒരുപോലെയാണ്. പക്ഷേ ഇത് കൂടുതൽ ഡൈനാമിക്, കൂടുതൽ ആക്റ്റീവ് ആയി മാനേജ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോയാണ്. കൂടാതെ അതിനെ കൂടുതൽ പരിചയസമ്പന്നരായ ആളുകൾ ആണ് മാനേജ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കൂടുതൽ. അതിനാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇവ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ല. കൂടാതെ ഒരു ഇൻവെസ്റ്റർക്ക് ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രഡീഷണൽ ഇൻവെസ്റ്റർമാരെ പോലെ അല്ലാതെ കൂടുതൽ അവസരങ്ങൾ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റർമാർക്കും ഓപ്പൺ റിസ്ക് രജിസ്റ്റർ റിട്ടേൺ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്കും അതിനനുസരിച്ച് അവർ ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിക്കും. ആദ്യം നിങ്ങൾ മുഴുവൻ ഫണ്ടിൻ്റെ PPM പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മെമ്മോറാണ്ടം വായിക്കണം. ഫണ്ടിൻ്റെ തത്വചിന്ത എന്താണ്, ഫണ്ടിൻ്റെ പ്രോസസ്സ് എന്താണ്, ഫണ്ട് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതെല്ലാം മനസ്സിലാക്കണം. ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ആ ഫണ്ട് ഇക്വിറ്റി ഫണ്ടാണോ ഡെറ്റ് ഫണ്ടാണോ എന്നതാണ്. ഇക്വിറ്റി ഫണ്ടാണെങ്കിൽ അത് അൺലിസ്റ്റഡ് ആണോ ലിസ്റ്റഡ് ആണോ ലോങ് ഷോർട്ട് സ്ട്രാറ്റജി ആണോ എന്നതും നോക്കണം. ഡെറ്റ് ഫണ്ടാണെങ്കിൽ അതിനുള്ളിലും പെർഫോമിംഗ് ക്രെഡിറ്റ് ആണോ സ്ട്രക്ചർഡ് ക്രെഡിറ്റ് ആണോ വെഞ്ചർ ഡെറ്റ് ആണോ എന്നിങ്ങനെ പല കാറ്റഗറികളുണ്ട്. അതിനാൽ ഒരു ഇൻവെസ്റ്റർക്ക് നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒരു ആദ്യമായി AFയിൽ നിക്ഷേപം ചെയ്യുന്ന ഇൻവെസ്റ്റർക്കായി ഏറ്റവും നല്ല മാർഗം അവൻ ഒരു റെഫറൻസ് എടുക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുമായോ അഡ്വൈസറുമായോ ചർച്ച ചെയ്യുകയോ ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടർമാർ എങ്ങനെ സഹായിക്കുന്നു എന്നതിൽ സെൻട്രിസിറ്റിയോടുകൂടി അവർ സഹായിക്കും. ഇന്ത്യയിൽ 6 രജിസ്റ്റർ ചെയ്തവരുണ്ട്, മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെ. നാം കാണുന്ന പോലെ 100 കണക്കിന് മ്യൂച്വൽ ഫണ്ടുകൾ ലഭ്യമാണ്. പക്ഷേ ഇന്ന് ഡിസ്ട്രിബ്യൂട്ടർമാർ ഡ്യൂ ഡിലിജൻസ് ചെയ്യുകയും മറ്റ് പാരാമീറ്ററുകൾ നോക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോയിൽ ഏത് AF എങ്ങനെ പെർഫോം ചെയ്യുമെന്നതും നോക്കാം. ഉദാഹരണത്തിന് നാം ഒരു AFനെ വിലയിരുത്തുമ്പോൾ അവരുടെ ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്ന് നാം നോക്കുന്നു. സാധാരണയായി ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ ആവർത്തിച്ച് വരാറുണ്ട്. ആർഭാടമായി ഒരാൾ ആദ്യ ഫണ്ട് പുറത്തിറക്കിയാൽ അതേ വിഭാഗത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫണ്ടുകൾ പുറത്തിറക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ പഴയ ട്രാക്ക് റെക്കോർഡ് കാണിക്കാൻ കഴിയും. അവർ ആദ്യ ഫണ്ടിൽ എത്ര റിട്ടേൺ ലക്ഷ്യമിട്ടിരുന്നു, ഇൻവെസ്റ്റർമാരോട് എന്താണ് പറഞ്ഞത്, ഒടുവിൽ എത്ര റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നിങ്ങനെ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നാൽ ഈ പണം മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർമാരുടെ സ്വന്തം ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നിങ്ങൾ നോക്കണം. അവർ ബിസിനസ് 2014 തുടങ്ങുന്നതിന് മുമ്പ് പോലും അതിനു മുമ്പ് അവർ എന്താണ് ചെയ്തിരുന്നത്.
അവരുടെ സ്വന്തം ട്രാക്ക് റെക്കോർഡ് എന്താണ്? അവരുടെ സ്വന്തം പശ്ചാത്തലം എന്താണ്? അവർ എത്ര പണം മാനേജ് ചെയ്തിട്ടുണ്ട്? എത്ര മാർക്കറ്റ് സൈക്കിളുകൾക്ക് അവർ നേരിട്ടിട്ടുണ്ട്? അവസാനത്തിൽ എന്താണ് അവരുടേത്? നമുക്ക് ഉറപ്പാക്കേണ്ടത് നിക്ഷേപകരും ഫണ്ടും ഒരേ ദിശയിലാണോ എന്നതാണ്. നമുക്ക് നിക്ഷേപകർക്ക് ഈ ഫണ്ട് ഇവിടെ നിക്ഷേപിക്കുന്നു എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് ഇത്രയും റിസ്ക്കും ഇത്രയും റിട്ടേൺ പ്രതീക്ഷയും ഉള്ളതിനാൽ ഈ എല്ലാ കാര്യങ്ങളും ക്ലയൻറ്റിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പാക്കണം. ടാക്സേഷൻ സംബന്ധിച്ചുള്ള ചോദ്യം, ഏത് രീതിയിലാണ് ഏത് വിഭാഗത്തിന് ടാക്സേഷൻ ഉണ്ടാകുന്നത്? അത് വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അൾട്രാ എച്ച്നൈസ് അർത്ഥാത് 30% ടാക്സ് ബ്രാക്കറ്റിലിരിക്കുന്നവർ അവർ ടാക്സേഷൻ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിക്ഷേപകർക്ക് ഇത് എങ്ങനെ വിശദീകരിക്കാം? ആദ്യത്തെ കാര്യം ഞാൻ വിശാലമായി പറയുന്നു. കാറ്റഗറി 1 കാറ്റഗറി 2 ഉണ്ട്. അവയിൽ പാസ് ത്രൂ സ്റ്റേറ്റസ് ഉണ്ട്. പാസ് ത്രൂ സ്റ്റേറ്റസ് എന്നതിൻ്റെ അർത്ഥം എന്തെന്നാൽ ലഭിക്കുന്ന റിട്ടേണിൽ ഉണ്ടാകുന്ന ടാക്സ് നിക്ഷേപകനാണ് അടയ്ക്കേണ്ടത്. എനിക്കുള്ള ടാക്സ് ബ്രാക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, ശരിയാണോ? അല്ലെങ്കിൽ അതത് ആസ്റ്റ് ക്ലാസിൻ്റെ ലെവലിൽ. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകാം. പ്രൈവറ്റ് ഇക്വിറ്റി VC ഫണ്ട് ആണെങ്കിൽ അതിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബാധകമായിരിക്കും. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്താൽ ആ ഇൻകമിന് നിക്ഷേപകന്റെ ടാക്സ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് ബാധകമായിരിക്കും. ഇരു സാഹചര്യങ്ങളിലും ഫണ്ട് ടാക്സ് അടയ്ക്കേണ്ടതില്ല, നിക്ഷേപകൻ തന്നെ ടാക്സ് അടയ്ക്കണം. ഇത് കാറ്റഗറി 1 2 സംഭവിക്കും. കാറ്റഗറി 1 2 ഇത് ബാധകമായിരിക്കുന്നത്. കാറ്റഗറി 3 പാസ് ത്രൂ സ്റ്റാറ്റസ് ഇല്ല. റെഗുലേഷൻ പ്രകാരം, അതായത് ഫണ്ട് ലെവലിൽ തന്നെ ടാക്സ് ബാധകമാണ്. ഉദാഹരണത്തിന്, ഫണ്ടിന് ലഭിക്കുന്ന ലാഭം അത് നിക്ഷേപകരുടെ കയ്യിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് അഥവാ നിക്ഷേപകർ അവരുടെ ഫണ്ട് റിഡീം ചെയ്യുമ്പോൾ ആ പണം ഫണ്ട് തന്നെ ആദ്യം ടാക്സ് അടയ്ക്കും, അതിനുശേഷം നിക്ഷേപകർക്ക് കൈമാറും. അതാണ് കാറ്റഗറി 3. ഒരു ക്ലയൻറ്റ് 100 രൂപ നിക്ഷേപിച്ച് മെച്യൂരിറ്റിയിൽ 120 രൂപ പിൻവലിച്ചാൽ ആ 120 രൂപ ഇപ്പോൾ നിലവിലുള്ള റെഗുലേഷൻ പ്രകാരം അതിന് ടാക്സ് ഫ്രീ ആണ്. അവൻ ആ 20 രൂപയ്ക്ക് തൻ്റെ IDRൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല. ആ ടാക്സ് ഫണ്ട് നേരത്തെ തന്നെ അടച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ 20 രൂപയ്ക്ക് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടതില്ല. ആ 20 രൂപയ്ക്ക് ഫണ്ട് നേരത്തെ തന്നെ ടാക്സ് അടച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കാറ്റഗറി എയിൽ നിക്ഷേപിച്ചാൽ അപ്പോൾ ആ വരുമാനം നിങ്ങളുടെ ടാക്സബിൾ ഇൻകമിൽ വരും. നിങ്ങൾക്ക് അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. കാറ്റഗറി 1 2 ഉള്ളിടങ്ങളിൽ എവിടെയെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് TDS കട്ട് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ടാക്സ്, പക്ഷേ അതിനു പുറമെ നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റിൽ എത്ര വരുമാനമാണ് വരുന്നത് എന്നതനുസരിച്ച് ബാക്കി ടാക്സ് നിങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വരും. ശരിയാണോ? ഞാൻ വിചാരിക്കുന്നു നന്ദി, ഇന്ന് നാം വളരെ കാര്യങ്ങൾ പഠിച്ചു. ഈ ആപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും നിക്ഷേപകർക്കായി മനസ്സിലാക്കാൻ ഇത് മതിയാകും. ഈ ആപ്പുകൾ എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും എല്ലാ നിക്ഷേപകരോടും ഡിസ്ട്രിബ്യൂട്ടർമാരോടും. AF എന്നത് ഒരു പ്രത്യേക വിഭാഗമാണ്. അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സ് എന്നത് ഒരു വിഭാഗമാണ് പരമ്പരാഗത നിക്ഷേപങ്ങൾക്ക് പുറമെ മറ്റൊരു നിക്ഷേപ ഓപ്ഷൻ അന്വേഷിക്കുന്ന നിക്ഷേപകരെ ലക്ഷ്യമിട്ടുള്ളത്. നോക്കൂ, റിസ്ക് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ റിസ്ക് കുറച്ച് കൂടുതലാണ്, പക്ഷേ അതനുസരിച്ച് റിട്ടേൺ പ്രതീക്ഷകളും കൂടുതലായിരിക്കും. ഇവിടെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ട്. വിഭാഗം 1, വിഭാഗം 2, വിഭാഗം 3 എന്നിങ്ങനെ 3 വിഭാഗങ്ങൾ നമ്മൾ കണ്ടു. അവയുടെ നികുതി നിയമങ്ങൾ നോക്കി. PMS എങ്ങനെ പ്രവർത്തിക്കുന്നു, മ്യൂച്വൽ ഫണ്ടുകളുമായി അവയെ എങ്ങനെ താരതമ്യം ചെയ്യാം എന്നതും പരിശോധിച്ചു. ഇവയുടെ ആനുകൂല്യങ്ങൾ മുതൽ ലാഭങ്ങൾ വരെ ഫണ്ട് മാനേജർമാർക്ക് എന്തെല്ലാം തന്ത്രങ്ങൾ ഉണ്ടാകാം എന്നതും കാണുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി മുഴുവൻ വീഡിയോയും കാണൂ. വീഡിയോയ്ക്ക് ലൈക്ക് നൽകൂ. ഇവിടെ നിങ്ങൾ ഉൾപ്പെടുത്തിയ എല്ലാ പോയിന്റുകളും ഒരു നിക്ഷേപകൻ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ ഒരു നിക്ഷേപകനോടൊപ്പം ഇരിക്കുമ്പോൾ ഓരോ പോയിന്റും അവന് വിശദമായി വിശദീകരിക്കേണ്ടതുണ്ട്. നന്ദി മിസ്റ്റർ. ഇന്ന് നിങ്ങൾ വന്നതും ആപ്പുകളിൽ വളരെ നല്ല രീതിയിൽ വിശദീകരിച്ചതും നന്ദി. ദയവായി വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. വളരെ നന്ദി.